പന്മന തെക്കൻ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭദ്രകാളി തിരുമുടി നിർമ്മാണം പൂർണ്ണതയിലേക്ക്. മാവേലിക്കര സ്വദേശിയായ സംസ്ഥാന അവാർഡ് ജേതാവും ചിത്രകാരനും അധ്യാപകനും ദേവശില്പിയുമായ സുനിൽ തഴക്കരയാണ് ദേവപ്രശ്നവിധി പ്രകാരം ഭദ്രകാളി തിരുമുടി നിർമ്മിച്ചത്. പന്മന തെക്കൻ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് സംസ്ഥാന അവാർഡ് ജേതാവും ചിത്രകാരനും അധ്യാപകനും മാവേലിക്കര സ്വദേശിയുമായ ദേവശില്പി സുനിൽ തഴക്കരയാണ് ദേവപ്രശ്ന വിധിപ്രകാരം ഭദ്രകാളി തിരുമുടി നിർമ്മിച്ചത്. വിധിപ്രകാരം ലക്ഷണമൊത്ത വരിക്കപ്ലാവ് കണ്ടെത്തി ക്ഷേത്രതന്ത്രി വൃക്ഷപൂജ നടത്തി വെട്ടിയെടുത്ത് ഉത്തമമായ കണക്കിൽ ആചാരപ്രകാരം വ്രതനിഷ്ഠയോടെ 6 മാസം കൊണ്ടാണ് തിരുമുടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വലിയ ചന്ദ്രകലയും അഷ്ടനാഗങ്ങളും കാതിൽ തോടയുമായി സിംഹവ്യാളിയും മതഗജവും പവിത്രക്കെട്ടോടുകൂടിയ നാഗങ്ങളും അതിരൌദ്രഭാവത്തോടെയുള്ള നാവ് നീട്ടിയ ഉഗ്രസ്വരൂപിണിയായ മഹാകാളിയും ഉൾപ്പെടുന്നതാണ് തിരുമുടി. ഈ ചെയ്തിരിക്കുന്ന ശില്പം വളരെ പ്രസിദ്ധമായ പന്മന തെക്കൻ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പുതിയതായി നിർമ്മിച്ചതാണ് ഈ മഹാശില്പം. അവിടുത്തെ ക്ഷേത്ര ജ്യോതിഷ പ്രകാരം ദേവപ്രശ്ന വിധി പ്രകാരമാണ് ഈ ശില്പം ഈ ഭദ്രകാളി തിരുമുടി ഇവിടെ പൂർണ്ണമായിരിക്കുന്നത്. ദേവപ്രശ്ന വിധി പ്രകാരം ആയതുകൊണ്ട് വിധിപ്രകാരം ആചാരപരമായിട്ടും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൃക്ഷം കണ്ടെത്തുക ആദ്യം, അതിനുശേഷം ക്ഷേത്രതന്ത്രി വൃക്ഷപൂജ ചെയ്തുകൊണ്ട് മുറിച്ചെടുക്കുക, ഭൂമിയിൽ തൊടാതെ ശയ്യൊരുക്കി വേണം ഇതിന്റെ പ്ലാവ് നമുക്ക് മുറിച്ചിടേണ്ടതായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിധിപ്രകാരം ആചാരപരമായിട്ടുമാണ് ഇതിന്റെ എല്ലാ കർമ്മങ്ങളും പുളിയുത്ത് കർമ്മങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ നിർമ്മാണങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഏകദേശം 6 മാസക്കാലം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം ഈ ശില്പഭാഗത്തെ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിസൂക്ഷ്മമായാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ്, മലബാർ ദേവസ്വം ബോർഡിന്റെ സംസ്ഥാന ദാരുശില്പ പുരസ്കാരം, വെട്ടിയാർ പള്ളിയറക്കാവിലമ്മ പുരസ്കാരം, ഭാരത് സേവാക് സമാജ് ദേശീയ പുരസ്കാരം തുടങ്ങി നിരവധി ആദരവുകൾ നേടിയിട്ടുള്ള ശില്പിയാണ് സുനിൽ തഴക്കര. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂൾ ചിത്രകലാ അധ്യാപകനാണ് ഇദ്ദേഹം. നിറച്ചാർത്തോടുകൂടി പൂർത്തിയാക്കുന്ന ഭദ്രകാളി തിരുമുടി വരുന്ന മാർച്ച് 25-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ക്ഷേത്രഭാരവാഹികൾ ഏറ്റുവാങ്ങി തഴക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി പന്മന തെക്കൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. CDNet ന്യൂസ്, മാവേലിക്കര.